അൽഹംദുലില്ലാഹ് ആ പരിശുദ്ധ റമദാൻ വന്നതുപോലെ അല്ലല്ലോ മടങ്ങുന്നത്. വന്നത് അപരിചിതരുടെ നടുവിലേക്കാണ് പരിശുദ്ധ റമദാൻ വന്നത്. പരിശുദ്ധമായ റമദാൻ ആരെയും റമദാനിന് അറിയുകയില്ല. എങ്ങും സ്വീകരണങ്ങൾ, ഭക്ഷണമൊരുക്കി, പാനീയങ്ങൾ ഒരുക്കി, വിഭവസമൃദ്ധമാകുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരുക്കി, നോമ്പ് പിടിച്ചു, നിസ്കരിച്ചു, സദഖ ചെയ്തു, ദിക്റുകളും തസ്ബീഹുകളും തഹ്ലീലുകളും തംജീദുകളും അങ്ങനെ തുടങ്ങി ദിക്റിന്റെ മാസ്മരിക മന്ത്രധ്വനികൾ ഉരുവിട്ടുകൊണ്ട് പരിശുദ്ധ റമദാനിനെ വരവേറ്റു. ഇതെല്ലാം കണ്ട്, ഇതെല്ലാം കേട്ട്, ഇതെല്ലാം അനുഭവിച്ച് പരിശുദ്ധ റമദാൻ ഹർഷപുളകിതമായി സന്തോഷവാനായി അല്ലേ ഈ പരിശുദ്ധ റമദാൻ. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ റമദാനിനെ നാം വളരെ വ്യക്തവും യുക്തവും ശക്തവും മാന്യവുമായ രീതിയിൽ വരവേറ്റു. ആ പരിശുദ്ധ റമദാൻ അൽഹംദുലില്ലാഹ് നാം നമ്മുടെ കഴിവിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഓരോരുത്തർക്കും കഴിയുന്ന പരിധി, 10 കൊടുക്കാൻ കഴിയുന്നവൻ 10 കൊടുത്തു, 50 കൊടുക്കാൻ കഴിയുന്നവൻ 50 കൊടുത്തു, 100 കൊടുക്കാൻ കഴിയുന്നവൻ 100 കൊടുത്തു. അങ്ങനെ ഓരോരുത്തരുടെയും സാമ്പത്തിക രീതിയുടെ കപ്പാസിറ്റി അനുസരിച്ച് സദഖകൾ ചെയ്തു അല്ലേ, ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്തു. ഇല്ലാത്തവന് ഉള്ളവനിൽ നിന്ന് സംഘടിപ്പിച്ചുകൊണ്ട് ഇല്ലാത്തവർക്ക് എത്തിച്ചു കൊടുത്തു. അത് എത്തിച്ചു കൊടുക്കുന്നവരെക്കാൾ വലിയ ഭാഗ്യമുള്ളവരാണ്. അല്ലാഹു തആല എല്ലാവർക്കും വലിയ ബറക്കത്ത് നൽകുമാറാകട്ടെ.